ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഒരു ടെക്കി ഏരിയയാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ആപ്പിൾ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഐഫോൺസോ ഐപാഡ്സോ അങ്ങനെയുള്ള ഡിവൈസസ് യൂസ് ചെയ്യുന്നവർക്കെല്ലാം നമ്മൾ iOSൻ്റെ അപ്ഡേറ്റ്സ് വരാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സെപ്റ്റംബർ 23 ആപ്പിൾ റിലീസ് ചെയ്ത 14.0.1 ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള iOSൻ്റെ സീരീസ്. അപ്പോൾ ഇതിനു മുമ്പ് പ്രീവിയസ് സ്റ്റേജസിൽ ഇപ്പോൾ ലൈക്ക് ഐഫോൺ 5s ഐഫോൺ 5 അല്ലെങ്കിൽ ഐഫോൺ 6 യൂസ് ചെയ്യുന്നവരൊക്കെ അല്ലെങ്കിൽ പഴയ ഐപാഡ്സ് യൂസ് ചെയ്യുന്നവർ ഇവർക്കെല്ലാം iOS ആപ്പിൾ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള സപ്പോർട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫർദർ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടില്ല. ഇപ്പോൾ ഐഫോൺ 5s കേസിൽ iOS 12.3 ശേഷമൊന്നും അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജസിൽ വരുമ്പോൾ അവർക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ലൈക്ക് മേ ബി യൂട്യൂബോ ഗൂഗിൾ സർവീസസിൻ്റോ അങ്ങനെ എന്ത് ആപ്ലിക്കേഷൻസോ ആവാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് യൂട്യൂബ്. കാര്യം നമ്മൾ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന റേറ്റിംഗുള്ള ആപ്ലിക്കേഷൻസിൻ്റെ പേരായിട്ട് പറഞ്ഞെന്നുള്ളൂ. അല്ലെങ്കിൽ പല ആപ്ലിക്കേഷൻസ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പല ടൈപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരം ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ iOS സീരീസിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വാർണിംഗ് മെസ്സേജ് പോലെ വരികയും ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ iOS ഡിവൈസ് ഈ പർട്ടിക്കുലർ വേർഷൻസിന് ശേഷമുള്ളതായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ചില ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഐപാഡ് എടുത്തു. ഇത് ഇത്തിരി പഴയ ഐപാഡാണ്. ഏകദേശം ഒരു 2014 ഞാൻ വാങ്ങിച്ച ഐപാഡാണ്. അപ്പോൾ ഈ ഒരു ഐപാഡിൽ ഞാനിപ്പോൾ ജസ്റ്റ് യൂട്യൂബ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നോക്കണതാണ്. യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞാൻ സെർച്ച് ചെയ്തതിന് ശേഷം യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ ഇറ്റ്സ് ആസ്കിങ് ഫോർ പാസ്വേഡ്. ഇപ്പോൾ ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകാനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഓൾവേസ് റിക്വയർന്ന് അല്ലെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് 15 മിനിറ്റ്സ് കൊടുത്തു. കണ്ടോ നിങ്ങളൊരു ആ ഒരു എറർ കണ്ടില്ലേ? ദിസ് ആപ്ലിക്കേഷൻ റിക്വയർസ് iOS 11 ഓർ ലേറ്റർ എന്നൊരു മെസ്സേജാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ എക്സിസ്റ്റിംഗ് ഐപാഡ് എന്ന് പറയുന്നത് പഴയതായതുകൊണ്ട് ഇതിൻ്റെ iOS 10 വെച്ചിട്ട് സ്റ്റോപ്പായി. അപ്പോൾ എനിക്ക് എന്തായാലും 11 അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു സ്റ്റെപ്പിലേക്ക് നമുക്കിനി പോയിട്ട് ഫർദർ കാര്യങ്ങൾ കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ ഇനി ഞാൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും എന്നുള്ളൊരു സ്റ്റെപ്പാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ അതർ ഡിവൈസ്. ഇതിപ്പോൾ ഐഫോൺ 11 ആണ്. ഇപ്പോൾ ഈ ഡിവൈസിൽ ഞാൻ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഐട്യൂൺസ് ആൻഡ് ആപ്പ് സ്റ്റോറിൽ പോയി, എന്നിട്ട് ഞാൻ ആ സെയിം എൻ്റെ ആ പഴയ ഡിവൈസിലുണ്ടായിരുന്ന ആ സെയിം അക്കൗണ്ട് വെച്ചിട്ട് തന്നെ ഞാൻ ലോഗിൻ ചെയ്യും. ഞാനിപ്പോൾ പാസ്വേഡ് കൊടുത്തു. ഇപ്പോൾ ലോഗിൻ ചെയ്യാനാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം എൻ്റെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ വരും എൻ്റെ നമ്പറിലേക്ക്. ഓക്കെ, 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ വന്നു. ഞാൻ ലോഗിൻ ചെയ്തു. ഓക്കെ, ഇപ്പോൾ സക്സസ്ഫുള്ളി ലോഗിൻ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മ്യൂസിക് ആപ്സ് അതിൻ്റെ എല്ലാം ഫീച്ചേഴ്സ് ഇവിടെ വന്നു. അതിന് ശേഷം ഞാൻ ആപ്പ് സ്റ്റോറിൽ പോയി എന്നിട്ട് ഞാനിവിടെ സെർച്ച് ചെയ്യാനാണ്, യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്യണം. ഇതിൻ്റെ iOS വേർഷൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് എന്തായാലും എല്ലാ ആപ്ലിക്കേഷൻസും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കണ്ടില്ല, ഇതിനകത്ത് യൂട്യൂബ് ഒന്ന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതാണ്. യൂട്യൂബ് ഇതിനകത്തോട്ട് കൊടുക്കണം ഓപ്ഷൻ, ഗെറ്റ് ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യാൻ പറഞ്ഞു. ഡബിൾ ടാപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫേസ് ജസ്റ്റ് ഒന്ന് ഡിറ്റക്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇൻസ്റ്റാൾ ഓപ്ഷൻ കൊടുത്തു. ഇൻസ്റ്റാൾ ഓപ്ഷൻ കൊടുക്കാൻ നേരത്തെ അതിൻ്റെ പാസ്വേഡ് ചോദിച്ചു. ഓക്കെ, ഞാനിപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ സൈൻ ഇൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ യൂട്യൂബ് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഞാൻ യൂട്യൂബ് ഇവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് തന്നെ എൻ്റെ
പഴയ ഡിവൈസിൽ പഴയ iOS ഡിവൈസിൽ ഒരു മെസ്സേജ് അപ്പോൾ തന്നെ വന്നു. ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ മെസ്സേജ് എന്താണെന്ന്. ഓക്കെ, ഇപ്പോൾ ഐഫോണിൽ ഇപ്പോൾ യൂട്യൂബ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഓപ്പൺ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ യൂട്യൂബ് ഇതിനകത്ത് ഇൻസ്റ്റാളായി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഐപാഡിൽ നമ്മൾ ഇനി നേരത്തെ പറ്റിയില്ലല്ലോ, അപ്പോൾ നമ്മൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളത് ഇനി നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇനി ഞാൻ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് ഞാൻ യൂട്യൂബ് ഇവിടെ ഉണ്ട്, നമുക്ക് യൂട്യൂബിൽ നിന്ന് ഓക്കെ ഞാൻ യൂട്യൂബ് എടുത്തു. യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്യുന്നപ്പോൾ ഓൾറെഡി ഇവിടെ ഡൗൺലോഡറായിട്ട് കാണിക്കുന്നുണ്ട്. അത് കാണിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ പർട്ടിക്കുലർ അക്കൗണ്ടിൽ ഞാൻ യൂട്യൂബ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ സെയിം എൻ്റെ ആപ്പിൾ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ ഐഫോണിൽ ഇപ്പോൾ ലോഗിൻ ചെയ്തതിൽ കണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് എന്ന് കാണിക്കുക. അല്ലെങ്കിൽ പിന്നെ ഗെറ്റിൽ നിന്ന് നേരത്തെ നമ്മൾ കണ്ട മാതിരി ഗെറ്റ് എന്നുള്ളൊരു ഓപ്ഷനായിരിക്കും കാണിക്കുക. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു. ഡു യു വാണ്ട് ടു ഡൗൺലോഡ് ദ ലേറ്റസ്റ്റ് കോമ്പാറ്റബിൾ വേർഷൻ? കണ്ട, ഇങ്ങനൊരു മെസ്സേജ് കാണുന്നുണ്ട, കോമ്പാറ്റബിൾ വേർഷനായിട്ടുള്ളത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഡൗൺലോഡ് ഓപ്ഷൻ ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ യൂട്യൂബ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഇവിടെ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ കാണാം. അങ്ങനെ ഞാനത് ഓപ്പൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് യൂട്യൂബ് ഇൻസ്റ്റാളായി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദി. പിന്നെ iOSനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.